ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡാരോൺസ് പെറ്റ് ടെക് വേൾഡ്. ഞാൻ കഴിഞ്ഞ 7 മാസമായി ഉപയോഗിച്ചു വരുന്ന ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൻ്റെ യൂസർ റിവ്യൂ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുൻപ് എൽ ജിയുടെ തന്നെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. പ്രോഡക്റ്റിൻ്റെ പ്രവർത്തന മികവുകൊണ്ട് തന്നെയാണ് വീണ്ടും അതേ ബ്രാൻഡ് തന്നെ തിരഞ്ഞെടുത്തത്. പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ ആൻഡ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. വളരെ ഒതുങ്ങിയൊരു ഡിസൈനാണ് മെഷീനിൻ്റേത്. ഫ്രണ്ട് ലോഡ് മെഷീനിനെ അപേക്ഷിച്ച് ഭാരം കുറവായതുകൊണ്ട് തന്നെ 2 പേർക്ക് മെഷീനിൻ്റെ സൈഡ് ഹാൻഡിലുകളിൽ പിടിച്ചുകൊണ്ട് വളരെ അനായാസം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റാവുന്നതാണ്. എന്നെ കൂടുതലായി ആകർഷിച്ചത് ഇതിൻ്റെ കൺട്രോൾ പാനൽ ഡിസൈൻ തന്നെയാണ്. കൺട്രോൾ ബട്ടണുകളുടെ ഒരു ധാരാളിത്തമൊന്നും കാണുവാൻ സാധിക്കുന്നില്ല. ഉള്ളതെല്ലാം നല്ലതുപോലെ തന്നെ നമുക്ക് ആക്സസ് ചെയ്യത്തക്ക രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. T70 SKSF 1Z മോഡൽ മെഷീനാണിത്. 230 വോൾട്ട് 50 ഹെർട്സ് ഫ്രീക്വൻസിയിലാണ് മെഷീൻ പ്രവർത്തിക്കുന്നത്. 230 വാട്ട് പവറുള്ള ഒരു മോട്ടോറാണ് മെഷീനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വാഷിംഗ് കപ്പാസിറ്റി 7 കിലോയാണ്. മെഷീനിൻ്റെ ഭാരം 31 കിലോയാണ്. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഇൻവെർട്ടർ ടർബോ ഡ്രം ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണിത്. 2 വർഷം പ്രോഡക്റ്റിനും 10 വർഷം മോട്ടോറിനും വാറണ്ടി കമ്പനി നൽകുന്നുണ്ട്. മെഷീനിൻ്റെ പ്രോഗ്രാം ബട്ടൺ ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി നോർമൽ വാഷാണ്. മിക്സഡ് ക്ലോത്തുകൾ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമതായി ജെൻറ്റിൽ വൂളാണ്. സാരി, നീളമുള്ള ബെഡ്ഷീറ്റുകൾ ഒക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അടുത്തതായി ക്വിക്ക് വാഷാണ്. 3 കിലോയിൽ താഴെ ഭാരം വരുന്ന തുണികൾ ഈ പ്രോഗ്രാമിൽ വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. നാലാമതായി സ്ട്രോങ് എന്ന വാഷിംഗ് പ്രോഗ്രാം മോഡാണ്. കട്ടി കൂടിയ തുണികൾ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. അഞ്ചാമതായി പ്രീ വാഷ് പ്ലസ് നോർമലാണ്. തുണികൾ കുതിർത്തതിന് ശേഷം വീണ്ടും നോർമൽ മോഡിൽ വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഒരു വാഷിംഗ് ക്വാളിറ്റി ഇതിൽ നിന്നും ലഭിക്കുന്നു. ആറാമതായി അക്വാ റിസർവാണ്. വെള്ളത്തിന് ഷോർട്ടേജ് ഉള്ള സ്ഥലങ്ങളിൽ ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒറ്റത്തവണ മാത്രമേ വെള്ളം എടുക്കുകയുള്ളൂ. വാഷിംഗ് ക്വാളിറ്റിയും ഇതിൽ കുറവായിരിക്കും. ഏഴാമതായി റിൻസ് പ്ലസ് ആണ്. പുറത്തുനിന്നും തുണികൾ വാഷ് ചെയ്ത് കൊണ്ടുവന്ന് പിഴിഞ്ഞ് ഉണക്കിയെടുക്കാം ഈ പ്രോഗ്രാം സെലക്ട് ചെയ്താൽ. എട്ടാമതായി ടബ് ക്ലീൻ ആണ്. മെഷീനിൻ്റെ ടബ് ക്ലീൻ ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുന്ന പ്രോഗ്രാം മോഡാണിത്. വീട്ടിൽ പ്രായമുള്ളവരുണ്ട്, അല്ലെങ്കിൽ പ്രോഗ്രാം ബട്ടണുകൾ സെലക്ട് ചെയ്ത് വാഷ് ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ളവർക്കെല്ലാം വളരെ എളുപ്പത്തിൽ ഓപ്പറേറ്റ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു മെഷീനും ആണിത്. ആദ്യമായി വാട്ടർ ടാപ്പ് ഓപ്പൺ ചെയ്തു വെച്ചതിന് ശേഷം മെഷീനിൻ്റെ പവർ ബട്ടൺ ഓൺ ചെയ്യുക. നമുക്ക് വാഷ് ചെയ്യുവാനുള്ള തുണികൾ ടബിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലിക്വിഡ് സോപ്പ് ഡിറ്റർജൻറ്റ് ട്രേയിൽ തുണികളുടെ അളവ് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഡിറ്റർജൻറ്റ് ട്രേ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം മെഷീനിൻ്റെ ഡോറ് അടയ്ക്കുക. അതിനുശേഷം പ്ലേ ബട്ടണിൽ പ്രസ് ചെയ്താൽ മെഷീൻ ഓട്ടോമാറ്റിക്കായി നോർമൽ വാഷ് സെലക്ട് ചെയ്ത് വാഷിംഗ് തുടങ്ങുന്നതാണ്. തുണിയുടെ അളവ് അനുസരിച്ച് വാഷിംഗ് ടൈമും വ്യത്യാസപ്പെട്ടിരിക്കും. വാഷിംഗ് കഴിഞ്ഞതിന് ശേഷം മെഷീൻ അലാം സൗണ്ട് തരികയും ചെയ്യുന്നു. മെഷീനിൻ്റെ ഡോറ് തുറന്ന് തുണികൾ നമുക്ക് എടുത്ത് ഉണങ്ങുവാൻ വിരിച്ചിടാവുന്നതാണ്. ഹീറ്റർ സംവിധാനം ഇല്ലാത്ത മെഷീനും കൂടിയാണിത്. ഓട്ടോ റീസ്റ്റാർട്ട് ഫംഗ്ഷനും മെഷീനിൽ ഉണ്ട്. ഫ്രണ്ട് ലോഡ് മെഷീനിനെ അപേക്ഷിച്ച് ടോപ്പ് ലോഡ് മെഷീനിൽ വെള്ളം കൂടുതലായി ഉപയോഗിക്കുന്നു എന്നതാണ് ഒരു കുറവ്. വാഷിംഗ് ക്വാളിറ്റിയും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. പിന്നെ ടോപ്പ് ലോഡ് മെഷീനിൻ്റെ പവർ കൺസംഷനും വളരെ കുറവാണ്. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വ്യൂവേഴ്സിൻ്റെ ലൈക്കുകളും കമൻറ്റുകളും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.